ശ്രീ പല്ലിശ്ശേരി, എന്തായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ്? എവിടെയാണ് അവസാനം ഇതൊക്കെ ചെന്ന് എത്തി നിൽക്കുക? ഞാൻ വേറൊരു കാര്യമാണ് ചിന്തിച്ചത്. കാരണം ഇവിടെ ശ്വേതയാണ് പ്രസിഡൻ്റായിട്ട് വരുമെന്ന് തന്നെയാണ് പലരും പറഞ്ഞിരുന്നത്. പിന്നെ വോട്ടിൻ്റെ മത്സരത്തിൽ ദേവൻ വന്നപ്പോൾ ദേവനാണ് മുൻതൂക്കം കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെ ഒരു സർവേ നടത്തിയപ്പോൾ ദേവൻ പ്രസിഡൻ്റായിട്ട് വരും എന്നുള്ള കാര്യം യാതൊരു സംശയവും ഉണ്ടായില്ല. ഇതൊരു സ്ത്രീ വിരുദ്ധത എന്നല്ല. അതിൽ പറഞ്ഞ കാരണം ശ്വേത കഴിവില്ലാത്തതുകൊണ്ടല്ല. ശ്വേത താമസിക്കുന്നത് ബോംബെയിലാണ്. ഈ അമ്മയുടെ ഒരു പ്രശ്നം ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടണമെങ്കിൽ എറണാകുളത്തോ പരിസരത്തോ താമസിക്കുന്ന ഒരാളായിരിക്കണം. വെറും ഒരു ആൾ മാത്രമല്ല, അയാൾ അമ്മയുമായി കൂടുതൽ അടുപ്പമുള്ള ആൾക്കാർ, പരിചയസമ്പന്നനായിരിക്കണം, സർവ്വസമ്മതനായിരിക്കണം. അങ്ങനെയുള്ള ഒരാളാണ് ദേവൻ. അപ്പോൾ ദേവൻ എങ്ങനെ വോട്ട് ശതമാനം കൂടി വന്നു എന്നുള്ളതാണ് സത്യം. പിന്നീടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ, ഈ അമ്മയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ശ്വേത തൽക്കാലം മാറി നിന്നുകൊണ്ട് ഈ ദേവൻ തന്നെ പ്രസിഡൻ്റായിട്ട് വരണം എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. അത് അമ്മയുടെ നേട്ടത്തിന് വേണ്ടിയാണത്. അത് ശ്വേതയുടെ കഴിവിനെ കുറച്ച് കാണിച്ചുകൊണ്ടെന്നല്ല. പക്ഷേ ഈ ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ അത് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുക തന്നെ വേണം എന്ന് പറയാൻ കാരണം, ഇത് മറ്റു പലരിലേക്കും വെറുതെ സംശയങ്ങൾ നീണ്ടുപോകാൻ പാടില്ല. ദേവനെ അറിയാവുന്നവർക്കറിയാം, ദേവൻ ഇപ്പോൾ വേണമെങ്കിൽ നാളെന്താണ് ഇത് വിട്ടെറിഞ്ഞ് പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ദേവനുള്ളത്. ഇത് ആരുമില്ലാത്ത അവസ്ഥ പറഞ്ഞെങ്ങനെയാണത്, ലാല് പിൻവാങ്ങി എല്ലാവരും പിൻവാങ്ങിയപ്പോൾ പിന്നെ ആരൊരു സീനിയർ ആളായിട്ട് വേണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവരോടെല്ലാവരും ആലോചിച്ചുകൊണ്ടാണ് ദേവൻ ഇങ്ങനെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പുറത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് രവീന്ദ്രനുമുണ്ട്. രണ്ട് സ്ത്രീകൾ വരുന്നു എന്നുള്ളതല്ല അവിടെ പ്രശ്നം. സ്ത്രീയോ പുരുഷനോ അല്ല, ഈ സംഘടനയെ നയിക്കാൻ കഴിവുള്ളവർ വരണമെന്നുള്ളതാണത്. അല്ലാണ്ട് റിസർവേഷൻ നടത്തട്ടെ, അടുത്ത പ്രാവശ്യം ഒരു കാര്യം ചെയ്യുക, ഇത്തവണ പുരുഷന്മാർ വന്നെങ്കിൽ അടുത്ത ടൈമിൽ സ്ത്രീകൾ വരട്ടെ, അങ്ങനൊരു നയപരിപാടി അമ്മ കൊണ്ടുവന്നാൽ അത് കുറെ കൂടി ഗുണപരമായി. അവിടെ മത്സരം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ തന്നെ ഐക്യകണ്ഠേനെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്ത് അൻസിബ ഖാസിം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിന് രാഷ്ട്രീയമുണ്ടോ, ജാതിയുണ്ടോ, ശത്രുതയുണ്ടോ? ഇല്ലല്ലോ. അത് അവരുടെ സംഘടനയുടെ പ്രശ്നമാണ്. ആ സംഘടന തീരുമാനിച്ചു ഈ കുട്ടി ഐക്യകണ്ഠേന് തിരഞ്ഞെടുക്കപ്പെട്ടില്ലേ, അതൊരു വിവാദമൊന്നുമല്ലല്ലോ. എന്നതുപോലെ 15-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കുറച്ച് ദിവസമേ ഉള്ളൂ. 15-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് വേണം എന്നുള്ളതാണ്. അപ്പോൾ ആര് വേണം? ഈ മത്സരം സ്ത്രീ എന്ന് പറഞ്ഞിട്ട് പുരുഷൻ എന്ന് പറയല്ല വേണ്ടത്. എൻ്റെ പക്ഷം എന്ന് വെച്ചാൽ കഴിവുള്ളവർ വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ സംഘടനയ്ക്ക് നഷ്ടപ്പെട്ട ഒരു തിരിച്ചെടുക്കാനും കഴിയും. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സാമ്പത്തിക ക്രൈസിസിൽപ്പെട്ട് നിൽക്കുകയാണ് സംഘടന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 കോടി രൂപ ഈ കയറുന്നവരടയ്ക്കണം നോട്ടീസ് വന്നെടുക്കുകയാണത്. അത് എവിടെ നിന്നുണ്ടാക്കും? ബാങ്കിൽ കിടക്കുന്നത് 8 കോടി രൂപയാണെന്ന് അവർ പറയുന്നത്. അപ്പോഴുണ്ടായിരിക്കും. പിന്നൊരു കാര്യം എന്താ, ഈ സംഘടന ആര് നേതൃത്വത്തിൽ വന്നാലും ഈ സംഘടനയ്ക്ക് പേരുണ്ടാക്കുന്നത്, സാമ്പത്തികം ഉണ്ടാക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവരെ, സുരേഷ് ഗോപിയുടെ അടക്കമുള്ള പേരും പ്രശസ്തിയും കണ്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ഒറ്റ കാര്യം, ഇപ്പോൾ തന്നെ 3 കോടി രൂപ അമ്മയ്ക്ക് നഷ്ടം വന്നിരിക്കുകയാണ് തവണ. സാധാരണ ഓണക്കാലത്ത് കൊണ്ട് മലയാള മനോരമയുടെ പരിപാടി അമ്മ അവതരിപ്പിക്കാറുണ്ട്. ഇത്തവണ അമ്മയ്ക്ക് ആ പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയില്ല. കാരണം അത് ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ മോഹൻലാൽ ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. മോഹൻലാൽ ഒപ്പിട്ട് കൊടുത്തില്ല, കാരണം മോഹൻലാൽ ഭാരവാഹിയല്ല. അതുകൊണ്ട് അവർ ചെയ്തതെന്താ, ഇതിലത്തെ ഓരോ ആർട്ടിസ്റ്റിനെയും വിളിച്ചുകൊണ്ട് അവർ പൈസ കൊടുത്ത് പ്രോഗ്രാം ചെയ്യിക്കുന്നു. അപ്പോഴും അവർക്ക് ലാഭമാണെന്ന് ആലോചിക്കണം. ഈ 3 കോടി നഷ്ടപ്പെട്ടതിന് ആര് കണക്ക് പറയും, ഉത്തരം പറയും?